ഹോർമൂസ് പ്രതിസന്ധിയിൽ നേരിയ അയവ് വന്ന സാഹചര്യത്തിൽ പെട്രോളിനും ഡീസലിനും ഗ്യാസിനും വർദ്ധിപ്പിച്ച വില കുറയ്ക്കും. സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ചോദ്യമാണ്. അത് കുറയ്ക്കേണ്ടതല്ലേ? കേന്ദ്രം എണ്ണ കമ്പനികളുമായി ചർച്ച നടത്തി എന്നൊക്കെയുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിൽ പ്രതീക്ഷ വയ്ക്കാമോ? പെട്രോളിയം മന്ത്രാലയമാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. ജനങ്ങൾക്ക് മേൽ അമിത ഭാരമായ പാചകവാതക വിലയിൽ മാറ്റം ഉണ്ടായേക്കുമെന്ന് പ്രതീക്ഷ വയ്ക്കുമ്പോൾ അത് എത്രത്തോളം ഫലവത്താകുമെന്ന ചിന്തയാണ് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ആശങ്കപ്പെടുന്നത്. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം എണ്ണ കമ്പനികളുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് വാണിജ്യ സിലിണ്ടറിന് വില കുറയ്ക്കാൻ തീരുമാനമായെന്നവരെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഗാർഹിക സിലിണ്ടർ വിലയിൽ ഉൾപ്പെടെയുള്ള മാറ്റത്തിന്റെ പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. ഉണ്ടായെന്ന് പറയാം, അല്ലാതെ ഇപ്പോഴത് ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുമോ? എണ്ണ ഇറക്കുമതിയിൽ നേരിടുന്ന പ്രതിസന്ധിയിൽ പ്രതിസന്ധി ഉൾപ്പെടെ അയവ് സംഭവിച്ചിട്ടുണ്ടെന്നും അതിനാൽ വിതരണ ശൃംഖലയിൽ പ്രശ്നങ്ങളില്ലെന്നുമാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. വിലക്കുറവിലെ അന്തിമ പ്രഖ്യാപനത്തിന്റെ മുന്നോടിയായി ഇനിയും ചർച്ചയുണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. എണ്ണ കമ്പനികൾ ലാഭത്തിലെത്തിയെന്നും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വാണിജ്യ സിലിണ്ടർ വിതരണത്തിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം അത് നീക്കുന്നതായി കേന്ദ്രം ഇന്നലെ അറിയിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ഹോട്ടൽ മേഖലകൾക്കുൾപ്പെടെ കൂടുതൽ ആശ്വാസമായി പുതിയ വിവരം പുറത്തുവരുന്നത്. നിയന്ത്രണം നീക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കത്ത് നൽകി യുദ്ധത്തിന് മുൻപുള്ള സ്ഥിതി പുനഃസ്ഥാപിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്രം പറയുന്നു. ഹോർമൂസ് പ്രതിസന്ധി കുറഞ്ഞ സാഹചര്യത്തിൽ ഇന്ധന വിലയിലും കുറവ് വരുത്താൻ എണ്ണ കമ്പനികൾ തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് മറ്റ് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഏറ്റവും അത്യാവശ്യം പെട്രോൾ ഡീസൽ വില കുറയ്ക്കുന്നതാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ ഉൾപ്പെടെ വില വർധനവിനാണ് ഇതിന് കാരണമായത്. പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് കൂട്ടിയ വിലകളെല്ലാം കുറച്ച് പഴയ സ്ഥിതിയിലാക്കണം. അതിന് കേന്ദ്രം മുൻകൈ എടുത്തേ പറ്റൂ.